മിഡിൽ ഈസ്റ്റിന്റെ കത്തുന്ന മണലാരണ്യത്തിൽ ചുറ്റും ചോരക്കൊതിയന്മാരായ ശത്രുക്കൾ വട്ടമിട്ട് പറക്കുമ്പോൾ അവർക്ക് നടുവിൽ നെഞ്ചു വിരിച്ചു നിൽക്കാൻ ചങ്കൂറ്റമുള്ള ഒരൊറ്റ രാജ്യമേ ഈ ലോകത്തുള്ളൂ. അറബ് ലോകത്തിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം, ശത്രു ചിന്തിക്കുന്നതിന് മുമ്പ് അവരുടെ മടയിൽ കയറി ആക്രമിക്കുന്ന രാജ്യം. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരേ ഒരു അയൽക്കാരൻ. ലോകഭൂപടത്തിൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ മാത്രം കാണാൻ കഴിയുന്നത്ര ചെറുതായിരുന്നിട്ടും ഭൂപടത്തിൽ നിന്ന് തങ്ങളെ മായ്ച്ചു കളയാൻ വന്ന വമ്പൻ സാമ്രാജ്യങ്ങളെപ്പോലും മുട്ടുകുത്തിച്ച് ഇന്നും ലോകത്തെ വിറപ്പിക്കുന്ന ആ രാജ്യം ഏതാണ്? ഉത്തരം ഒന്നേ ഉള്ളൂ: ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ. വെറുമൊരു മരുഭൂമിയെ ഇന്ന് ലോകം ഭയക്കുന്ന ഏറ്റവും വലിയ സൈനിക ശക്തിയാക്കി അവർ മാറ്റിയെടുത്തു. ഭൂപടത്തിൽ നിന്ന് അവരെ തുടച്ചു നീക്കാൻ വന്ന വമ്പൻ രാജ്യങ്ങളെപ്പോലും അവർ മുട്ടുകുത്തിച്ചു. യഥാർത്ഥത്തിൽ ആരാണ് ഇസ്രായേൽ? ചുറ്റും പതിയിരിക്കുന്ന ശത്രുക്കൾക്കിടയിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും അവർ എങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ നെറുകയിലെത്തിയത്? എവിടെ നിന്നാണ് അവർക്ക് ഈ കരുത്ത് ലഭിച്ചത്? കേവലം ഒരു രാജ്യം എന്നതിലുപരി പൊരുതി നേടിയ അവരുടെ നിലനിൽപ്പിൻ്റെയും അധികാരത്തിൻ്റെയും യഥാർത്ഥ ചരിത്രം എന്താണ്? 2026 ഫെബ്രുവരി 28 മിസൈലുകൾ ചീറിപ്പായുന്ന ആകാശത്തിന് താഴെ ലോകം ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രമുണ്ട്. ഹിറ്റ്ലറുടെ ഗ്യാസ് ചേമ്പറുകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ കണ്ണീരിൻ്റെയും ചോരയുടെയും ലോകം കണ്ട ഏറ്റവും വലിയ അതിജീവനത്തിൻ്റെയും ചരിത്രം. അതെ, ഇസ്രയേലിൻ്റെ ചരിത്രം. ഇന്ന് ഇറാനോട് പോരടിക്കുമ്പോഴും ഈ സംഘർഷങ്ങളുടെ എല്ലാം യഥാർത്ഥ അടിവേരുകൾ ചെന്നെത്തുന്നത് 1948 ഇസ്രയേൽ എന്ന രാജ്യം പിറവിയെടുത്ത ആ കാലഘട്ടത്തിലേക്കാണ്. ലോക ഭൂപടം ഒന്ന് നിവർത്തി വെച്ച് നോക്കിയാൽ ഇത്രത്തോളം സങ്കീർണമായ അതിർത്തികളും ചോരമണക്കുന്ന ചരിത്രവുമുള്ള മറ്റൊരു ഭൂപ്രദേശം നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. വടക്ക് ലെബനനും വടക്ക് കിഴക്ക് സിറിയയും കിഴക്കും തെക്ക് കിഴക്കും ജോർദാനും തെക്ക് പടിഞ്ഞാറ് ഈജിപ്തും പിന്നെ പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടലും അതിരിടുന്ന ഒരു കൊച്ചു ഭൂപ്രദേശം. നിരന്തരമായ പോരാട്ടങ്ങളുടെ ഭൂമികയായ ഈ ചെറിയ ഭാഗത്താണ് ലോകത്തെ എക്കാലത്തെയും വലിയ സമസ്യകളിലൊന്നായ ഇസ്രായേൽ എന്നും പാലസ്തീൻ എന്നും എഴുതി വച്ചിരിക്കുന്നത് കാണാം. കാലത്തിൻ്റെ ചുവരെഴുത്തുകളിൽ ചോര കൊണ്ട് ചരിത്രം കുറിച്ച ഒരു പിടി മണ്ണുണ്ട്. മെഡിറ്ററേനിയൻ കടലിനും ജോർദാൻ നദിക്കുമിടയിൽ വിശുദ്ധിയുടെയും പോരാട്ടങ്ങളുടെയും പര്യായമായി മാറിയ ഒരു ഭൂപ്രദേശം. തലമുറകളായി തങ്ങൾ ജനിച്ചു വളർന്ന തങ്ങളുടെ സ്വന്തം മണ്ണിലേക്ക് കുടിയേറിയെത്തിയ യഹൂദർ തങ്ങളെ ഇന്ന് കാണുന്ന ഒരു ചെറിയ തുരുത്തിലേക്ക് ഒതുക്കി മാറ്റി ബാക്കി ഭൂമിയാകെ കൈയടക്കി എന്ന് പാലസ്തീനിലെ അറബ് ജനത കണ്ണീരോടെ പറയുന്നു. എന്നാൽ മറുവശത്ത് ആ പ്രദേശത്തിൻ്റെ ജിയോ പൊളിറ്റിക്സിനെ ആകെ ഇന്ന് നിയന്ത്രിക്കുന്ന ഇസ്രയേൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ചരിത്രം പറയുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ പൂർവികർക്ക് നഷ്ടപ്പെട്ട സ്വന്തം വാഗ്ദത്ത ഭൂമി അഥവാ പ്രോമിസ് ലാൻഡ് നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ തിരിച്ചു പിടിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്ന് ഇസ്രയേലിലെ യഹൂദർ ആണയിടുന്നു. വർത്തമാനകാലത്തിൻ്റെ പുകമറകൾ വകഞ്ഞു മാറ്റി നാം ചരിത്രത്തിലൂടെ പിന്നിലേക്ക് സഞ്ചരിക്കണം. അല്പസ്വല്പം പിന്നിലേക്കല്ല, നിരവധി സഹസ്രാബ്ദങ്ങൾ പിന്നിലേക്ക്. കൃത്യമായി പറഞ്ഞാൽ ക്രിസ്തുവിനും പിന്നിലേക്ക് തൊട്ടുള്ള കഥകൾ പറഞ്ഞു തുടങ്ങിയാൽ മാത്രമേ ഈ ഭൂമിയുടെ യഥാർത്ഥ ചിത്രം നമുക്ക് മുന്നിൽ തെളിയൂ. ഈ കൊച്ചു ഭൂപ്രദേശത്തിൻ്റെ ചരിത്രം വെറുമൊരു അതിർത്തി തർക്കത്തിൻ്റെയോ അധികാര വടംവലിയുടെയോ മാത്രം കഥയല്ല, മറിച്ച് ലോക ജനസംഖ്യയുടെ പകുതിയിലേറെ വരുന്ന മനുഷ്യരുടെ വിശ്വാസങ്ങളുടെയും തീവ്രമായ വികാരങ്ങളുടെയും ചരിത്രം കൂടിയാണിത്. യഹൂദമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്ന ലോകത്തെ സ്വാധീനിച്ച ഏറ്റവും വലിയ ഈ 3 മതങ്ങളുടെയും ഉത്ഭവവും വേരുകളും ചെന്നെത്തുന്നത് ഈ മണ്ണിലേക്കാണ്. സത്യത്തിൽ ഈ 3 വിഭാഗങ്ങളും ഒരേ ചങ്ങലയിലെ കണ്ണികളാണ്, അല്ലെങ്കിൽ ഒരേ പിതാവിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അതാണ് ചരിത്രത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഏറ്റവും വലിയ സത്യം. അബ്രഹാം അഥവാ ഇസ്ലാം മതവിശ്വാസികളുടെ ഇബ്രാഹിം നബി, ഈ ഒറ്റ പേരിലാണ് ലോകം കണ്ട ഏറ്റവും വലിയ 3 മതങ്ങളും ഒന്നിക്കുന്നത്. ഇവരെ എല്ലാം ചേർത്ത് അബ്രഹാമിക് മതങ്ങൾ അഥവാ അബ്രഹാമിക് റിലീജിയൻസ് എന്ന് വിളിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഒരേ വേരുകളിൽ നിന്നും പടർന്നു പന്തലിച്ച 3 വൻമരങ്ങൾ. യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥമായ തോറയിലും ക്രിസ്ത്യാനികളുടെ ബൈബിളിലും മുസ്ലിങ്ങളുടെ വിശുദ്ധ ഖുറാനിലും നിങ്ങൾക്കൊരേ പ്രവാചകന്മാരുടെ പേരുകൾ ആവർത്തിച്ച് കേൾക്കാം. യഹൂദർക്ക് മോസസായുള്ളത് ഇസ്ലാം മതത്തിൽ മൂസ നബിയാണ്. ക്രിസ്ത്യാനികൾ ദൈവപുത്രനായി ആരാധിക്കുന്ന ജീസസ് ക്രൈസ്റ്റ്, ഇസ്ലാമിൽ അവർ ആരാധിക്കുന്ന ഈസാ നബിയാണ്. ഈ പ്രവാചകന്മാരെല്ലാവരും ഈ മണ്ണിലൂടെ നടന്നു നീങ്ങിയവരാണ്. ഇവരെല്ലാവരും ലോകത്തെ പഠിപ്പിച്ചത് ഒരേ ഒരു ഏകദൈവ വിശ്വാസമാണ്. ഇനി
ജെറുസലേം എന്ന പുണ്യനഗരം എടുത്താൽ ആകാശത്തിന് കീഴെ ഇത്രയധികം അവകാശവാദങ്ങളുള്ള മറ്റൊരു നഗരമില്ല. യഹൂദർക്ക് തങ്ങളുടെ വിശുദ്ധമായ രണ്ടാമത്തെ ദേവാലയത്തിൻ്റെ അവശേഷിക്കുന്ന ഒരേ ഒരു സ്മാരകമായ വിലാപമതിൽ അവിടെയാണുള്ളത്. അതേ മണ്ണിൽ തന്നെയാണ് സാക്ഷാൽ യേശുക്രിസ്തു കുരിശിലേറുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് ക്രിസ്തുമത വിശ്വാസികൾ വിശ്വസിക്കുന്ന ഗോൽഗോത്തയും ചർച്ച് ഓഫ് ദ ഹോളി സെപ്പൽക്കറും സ്ഥിതി ചെയ്യുന്നത്. ഇസ്ലാം മതവിശ്വാസികൾക്കാകട്ടെ ഇത് വെറുമൊരു മണ്ണല്ല. മുഹമ്മദ് നബി സ്വർഗാരോഹണം നടത്തിയെന്ന് വിശ്വസിക്കുന്ന മക്കയും മദീനയും കഴിഞ്ഞാൽ അവർ ഏറ്റവും പവിത്രമായി കാണുന്ന അൽ അക്സ പള്ളിയും ഡോം ഓഫ് ദി റോക്കും ഇതേ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് തല ഉയർത്തി നിൽക്കുന്നതും. ഒരേ വേരുകളിൽ ജനിച്ചവർ, ഒരേ പിതാവിൻ്റെ മക്കൾ, ഒരേ പ്രവാചകന്മാരെ ആദരിക്കുന്നവർ, ഒരേ ദൈവത്തെ ആരാധിക്കുന്നവർ. എന്നിട്ടും ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന പോലെ ഇന്ന് അതേ ദൈവത്തിൻ്റെ പേരിൽ അതേ പ്രവാചകന്മാർ നടന്ന പുണ്യഭൂമിയിൽ അവർ പരസ്പരം യുദ്ധം ചെയ്യുന്നു. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മകനായ യാക്കോബ്, യാക്കോബിനെ പിന്നീട് ചരിത്രം വിളിച്ച പേരാണ് ഇസ്രായേൽ. ഈ യാക്കോബിൻ്റെ 12 മക്കളിലൂടെയാണ് പിൽക്കാലത്ത് ലോകമറിയുന്ന ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ രൂപപ്പെടുന്നത്. തങ്ങളുടെ പൂർവികരുടെ ഈ മണ്ണിൽ സ്വസ്ഥമായി ജീവിച്ചു പോന്ന ആ ജനതയുടെ ഇടയിലേക്ക് അപ്രതീക്ഷിതമായി കൊടിയ പട്ടിണിയും വരൾച്ചയും കടന്നു വന്നു. ദാഹജലത്തിനും ഒരു നേരത്തെ ഭക്ഷണത്തിനും വേണ്ടി ജീവൻ നിലനിർത്താനായി അവർക്ക് അയൽ ദേശമായ ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. കാലങ്ങൾ കടന്നുപോയപ്പോൾ ഈജിപ്തിൻ്റെ മണ്ണിൽ അവർ വലിയൊരു ജനതയായി മാറി. എന്നാൽ ഈജിപ്തിലെ അധികാര കസേരയിലെത്തിയ പുതിയ ഫറവോൻ രാജാക്കന്മാർ ഈ ജനതയുടെ വളർച്ചയെ ഭയത്തോടെയാണ് നോക്കിക്കണ്ടത്. തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ അവർ യഹൂദരെ ക്രൂരമായി അടിച്ചമർത്തുകയും ചാട്ടവാറടികൾ നൽകി വമ്പൻ കെട്ടിടങ്ങൾ പണിയാനുള്ള വെറും അടിമകളാക്കി മാറ്റുകയും ചെയ്തു. തലമുറകളോളം നീണ്ട ആ കൊടിയ അടിമത്വത്തിൽ നിന്നും കണ്ണീരിൽ കുതിർന്ന ആ ജനതയെ മോചിപ്പിക്കാൻ മോസസ് എന്ന പ്രവാചകൻ അവതരിച്ചു. ഈജിപ്തിലെ ഫറവോന്റെ അടിമച്ചങ്ങലകൾ പൊട്ടിച്ച് ചെങ്കടൽ കടന്ന് യഹൂദർ നടത്തിയ ആ ചരിത്രപരമായ മോചനയാത്രയാണ് ലോകചരിത്രത്തിൽ എക്സോഡസ് എന്നറിയപ്പെടുന്നത്. കൊടും ചൂടുള്ള മരുഭൂമിയിലൂടെ 40 വർഷത്തോളമാണ് അവർ തങ്ങളുടെ വാഗ്ദത്ത ഭൂമി തേടി അലഞ്ഞു തിരിഞ്ഞത്. ആ മഹായാത്രയിലാണ് മനുഷ്യരാശിക്ക് മുഴുവൻ ധാർമ്മിക വെളിച്ചമായി മാറിയ 10 കൽപ്പനകൾ അഥവാ 10 കമാൻഡ്മെൻറ്റ്സ് സീനായി മലമുകളിൽ വെച്ച് മോസസിലൂടെ അവർക്ക് ലഭിക്കുന്നത്. 40 വർഷം നീണ്ട മരുഭൂമിയിലെ ആ ദുരിതപൂർണമായ അലച്ചിലിനൊടുവിൽ മോസസ് വിടവാങ്ങി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ജോഷുവയുടെ നേതൃത്വത്തിൽ യഹൂദർ തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായ കനാനിലേക്ക് കാലുകുത്തി. അവിടെയുള്ള തദ്ദേശീയരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ തങ്ങളുടെ പൂർവികരായ യാക്കോബിൻ്റെ 12 മക്കളുടെ പേരിൽ 12 ഗോത്രങ്ങളായി ആ മണ്ണിൽ വാസമുറപ്പിച്ചു. രാജാക്കന്മാരില്ലാത്ത ഓരോ ഗോത്രങ്ങൾക്കും അവരവരുടേതായ ന്യായാധിപന്മാർ നേതൃത്വം നൽകിയിരുന്ന ഒരു കാലമായിരുന്നു അത്. എന്നാൽ സമാധാനം അവിടെയും അവർക്ക് അന്യമായിരുന്നു. മെഡിറ്ററേനിയൻ തീരങ്ങളിൽ നിന്നും വന്ന ഫിലിസ്തീയർ എന്ന അതിശക്തരായ പോരാളികൾ അവർക്കൊരു വലിയ ഭീഷണിയായി മാറി. നിരന്തരമായ ഈ ആക്രമണങ്ങളെ ചെറുക്കാൻ ചിതറിക്കിടക്കുന്ന ഗോത്രങ്ങൾ ഒന്നാകണമെന്നും തങ്ങളെ നയിക്കാൻ ശക്തനായ ഒരു രാജാവ് വേണമെന്നും അവർ ആഗ്രഹിച്ചു. അങ്ങനെ ആ ഗോത്രങ്ങളെല്ലാം ചേർന്ന് തങ്ങളുടെ ആദ്യത്തെ രാജാവായി സോളിനെ തിരഞ്ഞെടുത്തു. രാജവാഴ്ചയുടെ ആ തുടക്കം ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. എന്നാൽ ഇസ്രയേലിൻ്റെ യഥാർത്ഥ ചരിത്രം തിരുത്തിക്കുറിച്ചത് സോളിൻ്റെ പിൻഗാമിയായി വന്ന സാക്ഷാൽ ഡേവിഡ് രാജാവാണ്. പരസ്പരം കലഹിച്ചിരുന്ന ഗോത്രങ്ങളെ മുഴുവൻ ഒരുമിപ്പിച്ച് അദ്ദേഹം ഇസ്രയേലിനെ അതിശക്തമായ ഒരു ഏകീകൃത രാജ്യമാക്കി മാറ്റി. തൻ്റെ പടവാളുകൊണ്ട് ശത്രുക്കളെ തുരുത്തി ഓടിച്ച ഡേവിഡ് രാജാവ് ജെറുസലേം നഗരത്തെ പിടിച്ചടക്കുകയും അതിനെ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കി മാറ്റുകയും ചെയ്തു. ഇന്നും ലോകചരിത്രത്തിൽ ഇസ്രയേലിനെ വീരനായകനായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഡേവിഡ് രാജാവിനെയാണ്. ഡേവിഡിന് ശേഷം അധികാരത്തിൽ വന്നത് അദ്ദേഹത്തിൻ്റെ മകനായ സോളമൻ രാജാവാണ്. അതിസമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമായ സോളമൻ്റെ കാലം ഇസ്രയേലിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു. എന്നാൽ സോളമൻ രാജാവ് ചരിത്രത്തിൽ ചിരപ്രതിഷ്ഠ നേടിയത് വെറുമൊരു ഭരണാധികാരി എന്ന നിലയിലല്ല. തൻ്റെ പിതാവിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്ന യഹൂദരുടെ ഏറ്റവും വലിയ പുണ്യകേന്ദ്രമായ 1-ാം ദേവാലയം അഥവാ ഫസ്റ്റ് ടെമ്പിൾ ജെറുസലേമിൽ പണികഴിപ്പിച്ചത് സോളമനായിരുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള സമ്പത്ത് കൊണ്ടുവന്ന് നിർമ്മിച്ച ആ മഹാദേവാലയം അവരുടെ വിശ്വാസത്തിൻ്റെയും അധികാരത്തിൻ്റെയും അച്ചുതണ്ടായി മാറി. യഹൂദരുടെ അഭിമാനം ആ ദേവാലയത്തിൻ്റെ കൽമതിലുകൾക്കൊപ്പം വാനോളം ഉയർന്നു നിന്നു. എന്നാൽ എല്ലാ മഹാസാമ്രാജ്യങ്ങൾക്കും സംഭവിക്കുന്നതുപോലെ സോളമൻ രാജാവിൻ്റെ മരണശേഷം അവരുടെ ആ ഐക്യം തകർന്നു വീണു. അധികാര തർക്കങ്ങളെ തുടർന്ന് ആ വലിയ സാമ്രാജ്യം നെടുകെ പിളർന്നു. വടക്ക് 10 ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രയേൽ എന്ന രാജ്യമായും
തെക്ക് ജെറുസലേം ഉൾപ്പെടുന്ന ഭാഗം ജൂഡ എന്ന മറ്റൊരു രാജ്യമായി മാറി. ഒരേ ചോരയിൽ പിറന്നവർ രണ്ട് രാജ്യങ്ങളായി ഭിന്നിച്ച ആ പിളർപ്പ് യഥാർത്ഥത്തിൽ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനത്തിൻ്റെ തുടക്കമായിരുന്നു. ഈ വിഭജനം പിന്നീട് അവരെ ദുർബലരാക്കുകയും പുറത്തുനിന്നുള്ള സാമ്രാജ്യങ്ങൾക്ക് അവരുടെ മണ്ണിലേക്ക് ഇരച്ചു കയറാൻ വഴിയൊരുക്കുകയും ചെയ്തു. സോളമൻ രാജാവിൻ്റെ മരണശേഷം നെടുകെ പിളർന്ന ആ മഹാസാമ്രാജ്യം പതിയെ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. വടക്കുള്ള ഇസ്രായേൽ എന്നും തെക്കുള്ള ജൂഡ എന്നും പരസ്പരം പോരടിച്ച ആ സഹോദരങ്ങൾക്കിടയിലേക്ക് ലോകം കണ്ട മറ്റൊരു വൻശക്തി ഇരച്ചു കയറി: അസീറിയൻ സാമ്രാജ്യം. അവരുടെ രക്തദാഹികളായ പടയാളികൾ വടക്കൻ ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ തുടച്ചു നീക്കി. അവിടെയുണ്ടായിരുന്ന 10 യഹൂദ ഗോത്രങ്ങളെ അവർ എങ്ങോട്ടൊന്നില്ലാതെ ചിതറിച്ചു കളഞ്ഞു. ചരിത്രത്തിൻ്റെ ഇരുളടഞ്ഞ താളുകളിൽ എവിടെയോ വെച്ച് അവർക്ക് സ്വന്തം സ്വത്വവും വിലാസവും നഷ്ടപ്പെട്ടു. കാലം അവരെ നഷ്ടപ്പെട്ട ഗോത്രങ്ങളെന്ന് പിന്നീട് വിളിച്ചു തുടങ്ങി. വടക്കൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷവും തെക്കുള്ള ജൂഡ കുറച്ചു കാലം കൂടി പിടിച്ചു നിന്നു. എന്നാൽ അവരുടെ വിധി മറ്റൊന്നായിരുന്നു. കിഴക്കുനിന്നും മറ്റൊരു കൊടുങ്കാറ്റ് അവരെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തു: ബാബിലോണിയൻ സാമ്രാജ്യം. അവർ ജെറുസലേം നഗരം വളഞ്ഞു. യഹൂദരുടെ അഭിമാനമായിരുന്ന സോളമൻ രാജാവ് പണി കഴിപ്പിച്ച ആ ഒന്നാം ദേവാലയം ബാബിലോണിയൻ സൈന്യം അഗ്നിക്കിരയാക്കി. തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് സ്വന്തം വിശ്വാസത്തിൻ്റെ പ്രതീകം കത്തിയെരിയുന്നത് അവർക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. തുടർന്ന് ലക്ഷക്കണക്കിന് യഹൂദരെ അവർ ചങ്ങലക്കിട്ട് ബാബിലോണിലേക്ക് അടിമകളായി വലിച്ചിഴച്ചു കൊണ്ടുപോയി. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആ നാടുകടത്തൽ യഹൂദരുടെ ആദ്യത്തെ വലിയ പലായനത്തിന് വഴിവെച്ചു. സ്വന്തം വേരുകളിൽ നിന്ന് പറിച്ചു മാറ്റപ്പെട്ട് കാറ്റിൽ പറക്കുന്ന വിത്തുകൾ പോലെ ലോകത്തിൻ്റെ പല കോണുകളിലേക്കും ചിതറിത്തെറിക്കുന്ന ആ അവസ്ഥയെ ലോകം ഡയസ്പോറ എന്നാണ് വിശേഷിപ്പിച്ചത്. ബാബിലോണിലെ അടിമച്ചന്തകളിലും ഇരുളടഞ്ഞ തെരുവുകളിലും സ്വന്തം നാടിനെ ഓർത്ത് അവർ വർഷങ്ങളോളം കണ്ണീർ വാർത്തു. എന്നാൽ ആ കൂരിരുട്ടിൽ അവർക്കൊരു വെളിച്ചം ലഭിച്ചു. ബാബിലോണിനെ തകർത്തെറിഞ്ഞുകൊണ്ട് പേർഷ്യൻ സാമ്രാജ്യം അധികാരത്തിലേക്ക് കടന്നു വന്നു. പേർഷ്യൻ ചക്രവർത്തിയായ സൈറസ് ദ ഗ്രേറ്റ് ചരിത്രത്തിൽ ആദ്യമായി അവരോട് കരുണ കാണിച്ചു. തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് തിരികെ പോകാൻ അദ്ദേഹം യഹൂദർക്ക് അനുവാദം നൽകി. ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന പ്രവാസത്തിന് ശേഷം കണ്ണീരും പ്രാർത്ഥനകളുമായി അവർ തങ്ങളുടെ മാതൃഭൂമിയിലേക്ക്, തകർന്നടിഞ്ഞ ജെറുസലേമിലേക്ക് മടങ്ങിയെത്തി. സ്വന്തം മണ്ണിൽ തിരിച്ചെത്തിയ അവർ ചാരത്തിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റു. തകർക്കപ്പെട്ട ഒന്നാം ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് അവർ കൂടുതൽ കരുത്തോടെ തങ്ങളുടെ രണ്ടാം ദേവാലയം പടുത്തുയർത്തി. അതൊരു പുതിയ തുടക്കമായിരുന്നു. അതുവരെ പലയിടങ്ങളിലായി ചിതറിക്കടന്നിരുന്ന അവരുടെ വിശ്വാസങ്ങളെല്ലാം അവിടെ വെച്ച് ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നു. യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥമായ തോറ അവിടെ വെച്ച് കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ടു. വെറും ഒരു ഗോത്രവിശ്വാസം എന്നതിലുപരി കൃത്യമായ നിയമങ്ങളും ചിട്ടകളുമുള്ള ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു സംഘടിത മതമായി യഹൂദമതം മാറുന്നത് ഈ കാലഘട്ടത്തിലാണ്. അനുഭവിച്ച വേദനകളും പ്രവാസവും അവരുടെ സ്വത്വത്തെ മുൻപത്തേക്കാൾ ശക്തമാക്കിയിരുന്നു. പേർഷ്യക്കാരുടെ തണലിൽ സ്വന്തം മണ്ണിൽ വീണ്ടും തളിർത്തു തുടങ്ങിയ ആ സമാധാനത്തിന് പക്ഷേ അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ലോകം പിടിച്ചടക്കാൻ ഇറങ്ങിത്തിരിച്ച ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ പടയോട്ടം വൈകാതെ ആ മണ്ണിലുമെത്തി. അലക്സാണ്ടർ ചക്രവർത്തിക്ക് ശേഷം വന്ന ഗ്രീക്ക് ഭരണാധികാരികൾ വെറുമൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ സംസ്കാരവും വിശ്വാസങ്ങളും യഹൂദരുടെ മേൽ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. സ്വന്തം വിശ്വാസം അടിയറവ് വയ്ക്കാൻ തയ്യാറല്ലാത്ത ആ ജനതയും അതിശക്തരായ ഗ്രീക്ക് സാമ്രാജ്യവും തമ്മിലുള്ള വലിയൊരു സാംസ്കാരിക സംഘർഷത്തിന് അത് വഴിവെച്ചു. തങ്ങളുടെ പുണ്യ ദേവാലയം പോലും അശുദ്ധമാക്കപ്പെട്ടപ്പോൾ സഹികെട്ട യഹൂദർ മാക്കബികളുടെ നേതൃത്വത്തിൽ ഗ്രീക്കുകാർക്കെതിരെ ഒരു ചരിത്രപരമായ സായുധ കലാപം അഴിച്ചുവിട്ടു. അസാധ്യമെന്ന് ലോകം കരുതിയ ആ പോരാട്ടത്തിൽ അവർ ഗ്രീക്ക് സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ചു. ഗ്രീക്ക് രാജാവായ ആന്റിയോക്കസ് നാലാമൻ യഹൂദരുടെ വിശ്വാസങ്ങളെ വേരോടെ പിഴുതെറിയാൻ കൽപ്പിക്കുകയും അവരുടെ ഏറ്റവും പവിത്രമായ രണ്ടാം ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ ഗ്രീക്ക് ദേവനായ സിയൂസിൻ്റെ വിഗ്രഹം സ്ഥാപിച്ച് ആ പുണ്യഭൂമിയെ അശുദ്ധമാക്കുകയും ചെയ്തപ്പോഴാണ് ചരിത്രം കണ്ട ഏറ്റവും വലിയ സായുധ കലാപങ്ങളിലൊന്നിന് അവിടെ തിരികൊളുത്തപ്പെട്ടത്. സ്വന്തം ദൈവവും ജീവവായുവും അപമാനിക്കപ്പെട്ടപ്പോൾ അതുവരെ അടിച്ചമർത്തപ്പെട്ടിരുന്ന ആ ജനതയ്ക്ക് കരുത്തായി ചുറ്റിക അഥവാ ദ ഹാമർ എന്നർത്ഥം വരുന്ന മാക്കബി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ജൂഡാസ് മാക്കബിയസ് എന്ന ഇതിഹാസ പോരാളി അവതരിച്ചു. യാതൊരു യുദ്ധപരിചയവുമില്ലാത്ത, ആയുധങ്ങളില്ലാത്ത ഒരു കൂട്ടം സാധാരണക്കാരെയും കർഷകരെയും സംഘടിപ്പിച്ചുകൊണ്ട് മാക്കബികൾ ജൂഡിയൻ മലനിരകളിൽ നിന്ന് അഴിച്ചുവിട്ടത് അപ്രതീക്ഷിതമായ ഗറില്ല ആക്രമണങ്ങളായിരുന്നു. ആനപ്പുറത്തേറി വന്ന സകല സന്നാഹങ്ങളുമുള്ള ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ഗ്രീക്ക് സാമ്രാജ്യത്തെ
വെറുമൊരു ഇച്ഛാശക്തി കൊണ്ടും സ്വന്തം മണ്ണിനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടും അവർ അക്ഷരാർത്ഥത്തിൽ അടിച്ചൊതുക്കി. അസാധ്യമെന്ന് ലോകം കരുതിയ ആ പോരാട്ടത്തിനൊടുവിൽ ഗ്രീക്കുകാരെ മുട്ടുകുത്തിച്ച് അവർ തങ്ങളുടെ പുണ്യദേവാലയം തിരിച്ചു പിടിക്കുകയും വീണ്ടും ശുദ്ധീകരിക്കുകയും ചെയ്തു. ഇരുട്ടിന്മേൽ പ്രകാശം നേടിയ ആ വലിയ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായി അന്ന് അവർ തെളിയിച്ച കെടാവിളക്കാണ് ഇന്നും ലോകമെമ്പാടുമുള്ള യഹൂദർ ഹനുക്ക അഥവാ പ്രകാശത്തിൻ്റെ ഉത്സവം എന്ന പേരിൽ ആഘോഷിക്കുന്നത്. എന്നാൽ സ്വതന്ത്രമായ ആ കാലഘട്ടം വെറും ഒരു നൂറ്റാണ്ട് മാത്രമേ നീണ്ടു നിന്നുള്ളൂ. വൈകാതെ കിഴക്കു നിന്നും മറ്റൊരു വൻ ശക്തിയുടെ കാൽപ്പെരുമാറ്റം കേട്ടു തുടങ്ങിയിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യമായ റോമക്കാർ. BC 63 റോമക്കാർ ജെറുസലേം പിടിച്ചടക്കിയതോടെ യഹൂദർ വീണ്ടും അടിമകളായി മാറി. റോമക്കാരുടെ ഭരണം വളരെ ക്രൂരമായിരുന്നു. താങ്ങാനാവാത്ത നികുതികളും കൊടിയ പീഡനങ്ങളും അവരെ ശ്വാസം മുട്ടിച്ചു. തങ്ങളുടെ സ്വന്തം മണ്ണിൽ അന്യരെ പോലെ ജീവിക്കേണ്ടി വന്ന ആ ജനതയുടെ ഉള്ളിലെ അമർഷം പതിയെ ഒരു അഗ്നിപർവ്വതം പോലെ പുകഞ്ഞു തുടങ്ങിയിരുന്നു. ഒടുവിൽ റോമൻ സാമ്രാജ്യത്തിനെതിരെ അവർ നടത്തിയ ആ വലിയ കലാപം പൊട്ടിത്തെറിച്ചു. എന്നാൽ ലോകം വിറപ്പിച്ചു നിന്ന റോമൻ സൈന്യത്തിന് മുന്നിൽ ആ ചെറുത്തുനിൽപ്പിന് അധികകാലം പിടിച്ചു നിൽക്കാനായില്ല. യഹൂദ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവിലേക്കും കൊടിയ ദുരന്തത്തിലേക്കുമാണ് അത് ചെന്നെത്തിയത്. AD 70 റോമൻ സൈന്യാധിപനായ ടൈറ്റസിന്റെ നേതൃത്വത്തിലുള്ള വൻപട ജെറുസലേം നഗരത്തെ ഒന്നാകെ വളഞ്ഞു. മാസങ്ങൾ നീണ്ട ഉപരോധത്തിനൊടുവിൽ നഗരമതിലുകൾ തകർത്ത് അവർ ഉള്ളിൽ കടന്നു. യഹൂദരുടെ അഭിമാനവും ജീവവായുവുമായിരുന്ന ആ രണ്ടാം ദേവാലയം അഥവാ ദ സെക്കൻഡ് ടെമ്പിൾ റോമൻ സൈന്യം തീയിട്ട് നശിപ്പിച്ചു. തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് എല്ലാം ചാമ്പലാകുന്നത് അവർക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. ആ ഒറ്റ സംഭവത്തോടെ സ്വന്തം മാതൃഭൂമിയിൽ നിന്നും അവർ എന്നേക്കുമായി വേരോടെ പിഴുതെറിയപ്പെട്ടു. റോമൻ പടവാളുകളിൽ നിന്നും ജീവൻ രക്ഷിക്കാൻ അവർക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറിയോടേണ്ടി വന്നു. ആഗോളതലത്തിലുള്ള ആ മഹാപലായനത്തോടെ ഇസ്രയേൽ എന്ന രാജ്യം ലോകഭൂപടത്തിൽ നിന്നും മാഞ്ഞു പോവുകയായിരുന്നു. പിന്നീടൊരു 2000 വർഷത്തേക്ക് ആ മണ്ണിൽ അവർക്കൊരു മേൽവിലാസവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ക്രിസ്തുവിന് ശേഷം 1-ാം നൂറ്റാണ്ടിൽ യഹൂദരുടെ ജീവവായുവായിരുന്ന, അവരുടെ അഭിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്ന റോമൻ സൈന്യം ഇടിച്ചു നിരത്തിയ അവരുടെ പുണ്യദേവാലയമായ സെക്കൻഡ് ടെമ്പിൾ അഥവാ വിലാപമതിൽ, അന്ന് ബാക്കിയാക്കിയ ആ ദേവാലയത്തിൻ്റെ ഒരേ ഒരു ചുറ്റുമതിലിന് മുന്നിലാണ് ഇന്നും യഹൂദർ പോയി നിന്ന് കരയുന്നത്. എന്നാൽ റോമൻ ചക്രവർത്തിയായ ഹാഡ്രിയൻ അവിടെ കൊണ്ടും നിർത്തിയില്ല. യഹൂദർക്ക് ആ മണ്ണുമായുള്ള ബന്ധം എന്നേക്കുമായി ഇല്ലാതാക്കാൻ അദ്ദേഹം ഒരു കൊടും ചതി ചെയ്തു. ആ പ്രദേശത്തിൻ്റെ യഹൂദ പേരായ ജൂഡിയ എന്നത് മാറ്റി അദ്ദേഹം അതിനെ സിറിയ പാലസ്തീന എന്ന് വിളിച്ചു. ഇന്നത്തെ പാലസ്തീൻ എന്ന പേരിൻ്റെ ചരിത്രപരമായ തുടക്കം സംഭവിക്കുന്നത് അവിടെ നിന്നാണ്. സ്വന്തം മണ്ണ് നഷ്ടപ്പെട്ട, ആരാധനാലയം തകർക്കപ്പെട്ട ആ ജനതയ്ക്ക് റോമൻ പടവാളുകളിൽ നിന്നും ജീവൻ രക്ഷിക്കാൻ ഒരേ ഒരു വഴിയേ മുന്നിലുണ്ടായിരുന്നുള്ളൂ: പലായനം. ജീവിഷ് ഡയസ്പോറ എന്ന ലോക ചരിത്രം രേഖപ്പെടുത്തിയ ആ മഹാപലായനം അവിടെ തുടങ്ങുകയായിരുന്നു. സ്വന്തം വാഗ്ദത്ത ഭൂമിയിൽ നിന്നും അവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറിയോടി. യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കുമെല്ലാം അവർ അഭയാർത്ഥികളായി ചേക്കേറി. എന്നാൽ അവിടെയൊന്നും അവർക്ക് സ്വസ്ഥത ലഭിച്ചില്ല. പോയ ഇടങ്ങളിലെല്ലാം അവർക്ക് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനങ്ങളും വംശീയ അധിക്ഷേപങ്ങളുമാണ്. സ്വന്തമായി ഒരു രാജ്യമില്ലാത്തതിൻ്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അവർ ക്രൂരമായി വേട്ടയാടപ്പെട്ടു. എങ്കിലും ആയിരക്കണക്കിന് വർഷങ്ങൾ ലോകത്തിൻ്റെ പല കോണുകളിൽ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുമ്പോഴും അവരുടെ ഉള്ളിലെ തീ കെട്ടിരുന്നില്ല. ഒരു നാൾ തങ്ങളുടെ പഴയ മണ്ണിലേക്ക് അഥവാ ജെറുസലേമിലേക്ക് തിരികെ പോകാൻ കഴിയുമെന്ന വലിയൊരു സ്വപ്നം ഒരു കെടാവിളക്ക് പോലെ അവർ നെഞ്ചിലേറ്റിയിരുന്നു. എല്ലാ പ്രാർത്ഥനകൾക്കും ഒടുവിൽ ഓരോ യഹൂദനും പരസ്പരം പറഞ്ഞിരുന്നത് ഒരേ ഒരു കാര്യമാണ്: അടുത്ത വർഷം ജെറുസലേമിൽ അഥവാ നെക്സ്റ്റ് ഇയർ ഇൻ ജെറുസലേം എന്നായിരുന്നു. എന്നാൽ നൂറ്റാണ്ടുകൾ നീണ്ട പ്രവാസത്തിനൊടുവിൽ അവർ ആ മണ്ണിലേക്ക് തിരികെ വരാൻ തീരുമാനിക്കുമ്പോൾ അവിടെ മറ്റൊരു ജനത വേരുകൾ പാവുകയും ആ നാടിനെ തങ്ങളുടെ സ്വന്തമെന്ന് വിളിക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. തങ്ങളുടെ പൂർവികരുടെ മണ്ണിലേക്ക് വരാൻ കൊതിച്ച യഹൂദരും തലമുറകളായി അവിടെ ജീവിച്ചു പോന്ന അറബികളായ പാലസ്തീനികളും. ചരിത്രത്തിലെ ഏറ്റവും വലിയ അവകാശ തർക്കത്തിൻ്റെ തുടക്കമായിരുന്നു അത്. ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച സയനിസം എന്ന ആശയത്തിൻ്റെ ഉദയം സംഭവിക്കുന്നത് ആ സംഘർഷത്തിൽ നിന്നാണ്. ഡയസ്പോറ എന്ന ചരിത്രം രേഖപ്പെടുത്തിയ ആ വലിയ പലായനത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള യഹൂദരുടെ ജീവിതം പ്രധാനമായും 2 വ്യത്യസ്ത മേഖലകളിലൂടെയാണ് കടന്നുപോയത്: ഇസ്ലാമിക ഭരണത്തിന് കീഴിലെ പശ്ചിമേഷ്യൻ നാടുകളിലും ക്രിസ്ത്യൻ ഭരണത്തിന് കീഴിലായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും. ഈ 2 ലോകങ്ങളും അവർക്ക് നൽകിയത് തികച്ചും വ്യത്യസ്തമായ 2 ജീവിത അനുഭവങ്ങളായിരുന്നു.
ഇസ്ലാമിക സാമ്രാജ്യങ്ങൾ ശക്തി പ്രാപിച്ച പശ്ചിമേഷ്യയിലും വടക്കൻ ആഫ്രിക്കയിലും എത്തിയ യഹൂദർക്ക് താരതമ്യേന സമാധാനപരമായ ഒരു ജീവിതമാണ് ലഭിച്ചത്. ഇസ്ലാം മതവിശ്വാസികൾ അവരെ വേദക്കാർ അഥവാ പീപ്പിൾ ഓഫ് ദ ബുക്ക് എന്ന നിലയിൽ പരിഗണിക്കുകയും തങ്ങളുടെ സാമ്രാജ്യത്തിൽ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ അതിനായി ഭരണകൂടത്തിന് ജിസ്യ എന്ന പേരിൽ ഒരു പ്രത്യേക നികുതി അവർ നൽകേണ്ടതുണ്ടായിരുന്നു. നികുതി നൽകിയെങ്കിലും തങ്ങളുടെ വിശ്വാസങ്ങളോടെ സമാധാനമായി ജീവിക്കാൻ ആ മണ്ണിൽ അവർക്ക് കഴിഞ്ഞു. അറബ് സംസ്കാരവുമായി അവർ വളരെ വേഗം ഇഴകിച്ചേർന്നു. ശാസ്ത്രം, തത്വശാസ്ത്രം, വൈദ്യശാസ്ത്രം, വാണിജ്യം എന്നീ മേഖലകളിൽ യഹൂദരും അറബികളും ഒന്നിച്ച് പ്രവർത്തിച്ച ആ കാലഘട്ടം ചരിത്രത്തിലെ തന്നെ വലിയൊരു സാംസ്കാരിക മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ച ഒരു കാലഘട്ടമാണ്. ഇസ്ലാമിക ഭരണത്തിന് കീഴിലായിരുന്ന സ്പെയിനിലെല്ലാം യഹൂദർ സമാനതകളില്ലാത്ത സുവർണ കാലഘട്ടമാണ് അനുഭവിച്ചത്. എന്നാൽ കടൽ കടന്ന് യൂറോപ്പിലെത്തിയ യഹൂദരുടെ വിധി മറ്റൊന്നായിരുന്നു. ക്രിസ്ത്യൻ ഭരണാധികാരികൾക്ക് കീഴിൽ സമാനതകളില്ലാത്ത കൊടിയ പീഡനങ്ങളാണ് അവിടെ അവർക്ക് നേരിടേണ്ടി വന്നത്. യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയവർ എന്ന തെറ്റായ മുൻവിധിയിൽ യൂറോപ്പ് അവരെ ക്രൂരമായി വേട്ടയാടി. 11-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ നാടുകൾ പിടിച്ചെടുക്കാനായി കുരിശുയുദ്ധങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ യൂറോപ്പിൽ നിന്നും മാർച്ച് ചെയ്ത ക്രിസ്ത്യൻ പടയാളികൾ തങ്ങളുടെ യാത്രാമധ്യേ കണ്ട യഹൂദ ഗ്രാമങ്ങളെല്ലാം നിഷ്കരുണം വെട്ടിനിരത്തി. കൊടിയ കൂട്ടക്കൊലകൾക്കാണ് അന്ന് യൂറോപ്പ് സാക്ഷ്യം വഹിച്ചത്. പിന്നീട് 14-ാം നൂറ്റാണ്ടിൽ ബ്ലാക്ക് ഡെത്ത് എന്ന പ്ലേഗ് മഹാമാരി യൂറോപ്പിൻ്റെ പകുതിയോളം ജനങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ ആ പഴി മുഴുവൻ ചെന്നു വീണത് ഈ പാവം യഹൂദരുടെ തലയിലായിരുന്നു. കിണറുകളിലെ കുടിവെള്ളത്തിൽ യഹൂദർ വിഷം കലർത്തി എന്നാരോപിച്ച് അവരെ കൂട്ടത്തോടെ ജീവനോടെ ചുട്ടുകൊന്നു. സമൂഹത്തിലെ സകല ദുരിതങ്ങൾക്കും കാരണം യഹൂദരാണെന്ന് ഭരണാധികാരികൾ ജനങ്ങളെ വിശ്വസിപ്പിച്ചു. ആ പീഡനങ്ങൾ അവിടെ കൊണ്ടും അവസാനിച്ചില്ല. തങ്ങളുടെ നാടുകളിൽ നിന്നും യഹൂദരെ ഒന്നാകെ അകറ്റാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനിച്ചു. 1290-ൽ ഇംഗ്ലണ്ട് അവരെ രാജ്യത്തു നിന്നും പൂർണ്ണമായും പുറത്താക്കി. പിന്നാലെ ഫ്രാൻസും അതേ പാത പിന്തുടർന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരത അരങ്ങേറിയത് 1492-ൽ സ്പെയിനിലാണ്. സ്വന്തം വിശ്വാസം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിക്കുക അല്ലെങ്കിൽ രാജ്യം വിട്ടുപോവുക എന്ന കൽപ്പന സ്പെയിൻ പുറപ്പെടുവിച്ചു. അതിന് തയ്യാറാവാത്തവരെ തെരുവുകളിൽ പരസ്യമായി ചുട്ടുകൊന്നു. തലമുറകളായി കെട്ടിപ്പടുത്തതെല്ലാം ഉപേക്ഷിച്ച് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ലക്ഷക്കണക്കിന് യഹൂദർ യൂറോപ്പിൽ നിന്നും വീണ്ടും പലായനം ചെയ്യേണ്ടി വന്നു. യൂറോപ്പിലെ ഇരുളടഞ്ഞ ആ നൂറ്റാണ്ടുകൾ യഹൂദർക്ക് നൽകിയത് അപമാനത്തിൻ്റെയും കണ്ണീരിൻ്റെയും ചോരമണക്കുന്ന വേട്ടയാടലുകളുടെയും ഓർമ്മകൾ മാത്രമായിരുന്നു. എങ്കിലും അനുഭവിച്ച ഈ തീരാവേദനകൾക്കിടയിലും തങ്ങളുടെ പുണ്യഭൂമിയായ ജെറുസലേമിലേക്ക് ഒരു നാൾ തിരികെ പോകാമെന്ന ആ പഴയ സ്വപ്നം അവർ നെഞ്ചിൽ ഭദ്രമായി കാത്തുവച്ചിരുന്നു. ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഈറ്റിലമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഫ്രാൻസിൽ പോലും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യഹൂദ വിരോധം അഥവാ ആൻറ്റിസെമിറ്റിസം അതിൻ്റെ ഉച്ചത്തിലെത്തി. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ലോകത്തെ ആകെ പിടിച്ചുകുലുക്കിയ ഡ്രൈഫസ് അഫെയർ. ഫ്രഞ്ച് സൈന്യത്തിലെ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ആൽഫ്രഡ് ഡ്രൈഫസ്. എന്നാൽ വെറും ഒരു യഹൂദനായി ജനിച്ചുപോയി എന്ന ഒറ്റ കാരണത്താൽ ചെയ്യാത്ത രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഫ്രഞ്ച് ഭരണകൂടം അദ്ദേഹത്തെ പരസ്യമായി അപമാനിക്കുകയും ജയിലിലടക്കുകയും ചെയ്തു. യഹൂദർക്ക് മരണം എന്ന് ആക്രോശിച്ചുകൊണ്ട് ഫ്രഞ്ച് തെരുവുകളിൽ ഉയർന്ന ആ മുദ്രാവാക്യങ്ങൾ ഒരു ജനതയുടെ മുഴുവൻ നെഞ്ചിലാണ് അന്ന് തറച്ചു കയറിയത്. എത്രയൊക്കെ രാജ്യസ്നേഹം കാണിച്ചാലും മറ്റുള്ളവരോട് ഇഴകിച്ചേർന്ന് ജീവിക്കാൻ ശ്രമിച്ചാലും ഈ ലോകത്ത് ഒരിടത്തും തങ്ങൾ സുരക്ഷിതരല്ല എന്ന വലിയൊരു തിരിച്ചറിവിലേക്ക് ആ സംഭവം അവരെ കൊണ്ടെത്തിച്ചത്. ഡ്രൈഫസിൻ്റെ വിചാരണ റിപ്പോർട്ട് ചെയ്യാൻ പാരീസിലെത്തിയ തിയോഡർ ഹെർസൽ എന്ന മാധ്യമപ്രവർത്തകൻ്റെ ഉള്ളിലും ആ കാഴ്ചകൾ വലിയൊരു തീപ്പൊരി പടർത്തി. സ്വന്തമായി ഒരു രാജ്യമില്ലാത്ത കാലത്തോളം ലോകത്തൊരിടത്തും ഒരു യഹൂദനും തലയുയർത്തി ജീവിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ച് വിശ്വസിച്ചു. ആ ഒരൊറ്റ ചിന്തയിൽ നിന്നാണ് ആധുനിക ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച സയനിസം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. തങ്ങളുടെ പൂർവികരുടെ മാതൃഭൂമിയിലേക്ക് തിരികെ പോയി അവിടെ ഒരു സ്വതന്ത്ര ജൂതരാഷ്ട്രം അഥവാ ജൂവിഷ് സ്റ്റേറ്റ് കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു സയനിസത്തിൻ്റെ ലക്ഷ്യം. 1897-ൽ സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഹെർസലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒന്നാം സയനിസ്റ്റ് കോൺഗ്രസ് ആ സ്വപ്നങ്ങൾക്ക് ഔദ്യോഗികമായി ചിറകുമുളപ്പിച്ചു. ഹെർസലിൻ്റെ ആഹ്വാനം കേട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന യഹൂദർക്ക് പുതിയൊരു ജീവൻ ലഭിച്ചതുപോലെയായിരുന്നു അത്. നൂറ്റാണ്ടുകൾ നീണ്ട പ്രവാസത്തിനൊടുവിൽ അവർ തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായ പാലസ്തീനിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. വമ്പൻ സൈന്യവുമായോ ആയുധങ്ങളുമായോ ആയിരുന്നില്ല അവർ ആ മണ്ണിലേക്ക് കാലുകുത്തിയത്, മറിച്ച് കലപ്പകളുമേന്തിയ കർഷകരായാണ്. യൂറോപ്പിലെ വൻകിട സമ്പന്നരായിരുന്ന ബാരൻ എഡ്മണ്ട് റോത്സ്ചൈൽഡ് പോലെയുള്ള ജൂത വ്യവസായികളുടെ സാമ്പത്തിക സഹായത്തോടെ
അവർ പാലസ്തീനിലെ തരിശുഭൂമികളും ചതുപ്പുകളും വിലയ്ക്ക് വാങ്ങി. അവിടെ അവർ ചെറിയ കാർഷിക ഗ്രാമങ്ങൾ കെട്ടിപ്പടുത്തു. എന്നാൽ അതൊരു എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കൊടിയ ദാരിദ്ര്യവും മലമ്പനി പോലുള്ള മാരക രോഗങ്ങളും ആ മണ്ണിൽ അവരെ വേട്ടയാടി. അതിനേക്കാൾ ഉപരി ഒരു വലിയ പ്രതിസന്ധി അവിടെ അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. ആ ഭൂമി അപ്പോൾ ശൂന്യമായിരുന്നില്ല. തലമുറകളായി അവിടെ ജീവിച്ചു പോന്ന അറബ് ജനത തങ്ങളുടെ മണ്ണിലേക്കുള്ള ഈ പുതിയ കുടിയേറ്റത്തെ വലിയ ഭീതിയോടെയാണ് നോക്കിക്കണ്ടത്. തങ്ങളുടെ ഭൂമിയും തൊഴിലും നഷ്ടപ്പെടുമെന്ന അറബികളുടെ ഭയം പാലസ്തീനിലെ തദ്ദേശീയരും കുടിയേറിയെത്തിയ യഹൂദരും തമ്മിലുള്ള വലിയൊരു ചെറുത്തുനിൽപ്പിലേക്കും രക്തരൂക്ഷിതമായ സംഘർഷങ്ങളിലേക്കും വഴിമാറാൻ തുടങ്ങുകയായിരുന്നു. എന്നിട്ടും പ്രതിസന്ധികൾ എത്ര വലുതായിരുന്നിട്ടും പിന്മാറാൻ യഹൂദർ തയ്യാറായിരുന്നില്ല. സകല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് 1909 മെഡിറ്ററേനിയൻ കടൽ തീരത്തെ മണൽക്കുന്നുകൾക്ക് മുകളിൽ അവർ ഒരു വലിയ അത്ഭുതം സൃഷ്ടിച്ചു. അതാണ് ചരിത്രത്തിലാദ്യമായി അവർ സ്വന്തമായി കെട്ടിപ്പടുത്ത ആധുനിക നഗരമായ ടെൽ അവീവ്. വെറുമൊരു മരുഭൂമിയിൽ നിന്നും കേവലം ഇച്ഛാശക്തി കൊണ്ട് മാത്രം ഉയർന്നു പൊങ്ങിയ ആ നഗരം ലോകഭൂപടത്തിൽ സ്വന്തമായൊരു രാജ്യം എന്ന അവരുടെ വലിയ സ്വപ്നത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു. ഈ പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിലാണ് ലോകത്തിൻ്റെ തലവര മാറ്റിയെഴുതിയ ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അന്ന് പാലസ്തീൻ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യൻ പ്രദേശം ഭരിച്ചിരുന്നത് അതിശക്തരായ ഓട്ടോമൻ സാമ്രാജ്യമായിരുന്നു. എന്നാൽ യുദ്ധത്തിനൊടുവിൽ ഓട്ടോമൻ സാമ്രാജ്യം പൂർണ്ണമായി തകർന്നടിഞ്ഞു. അതോടെ ആ കൊച്ചു ഭൂപ്രദേശത്തിൻ്റെ ഭാവി തീരുമാനിക്കാനുള്ള അധികാരം യുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടീഷുകാരുടെ കൈകളിൽ ചെന്നു ചേർന്നു. പാലസ്തീൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായതും ഇന്നും പുകയുന്ന ഈ യുദ്ധങ്ങൾക്ക് യഥാർത്ഥ കാരണമായതുമായ ചതിയുടെ ചരിത്രം അവിടെയാണ് തുടങ്ങുന്നത്. ബ്രിട്ടീഷുകാർ നടത്തിയ വലിയൊരു ഇരട്ടത്താപ്പും പരസ്പര വിരുദ്ധമായ വാഗ്ദാനങ്ങളുമാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയത്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ തങ്ങളെ സഹായിച്ചാൽ യുദ്ധാനന്തരം പാലസ്തീൻ ഉൾപ്പെടുന്ന ഒരു സ്വതന്ത്ര അറബ് സാമ്രാജ്യം നിർമ്മിക്കാൻ സഹായിക്കാമെന്ന് ബ്രിട്ടീഷുകാർ അറബികൾക്ക് രഹസ്യമായി വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ മറുവശത്ത് അവർ യഹൂദർക്കും സമാനമായ ഒരു വാക്ക് നൽകി. 1917 ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി പുറത്തിറക്കിയ വിഖ്യാതമായ ബാൽഫോർ പ്രഖ്യാപനം അഥവാ ബാൽഫോർ ഡിക്ലറേഷൻ ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലായിരുന്നു. പാലസ്തീനിൽ യഹൂദർക്ക് സ്വന്തമായ ഒരു രാജ്യം അഥവാ ജീവിഷ് ഹോംലാൻഡ് സ്ഥാപിക്കാൻ ബ്രിട്ടൻ പൂർണ്ണ പിന്തുണ നൽകുമെന്നായിരുന്നു ആ പ്രഖ്യാപനം. ഒരേ ഭൂമി ഒരേ സമയം രണ്ട് ജനതകൾക്ക് വാഗ്ദാനം ചെയ്ത ബ്രിട്ടൻ്റെ ആ നയതന്ത്ര കൗശലം ലോകം കണ്ട ഏറ്റവും വലിയൊരു രക്തച്ചൊരിച്ചിലിന് വിത്തിടുകയായിരുന്നു. തങ്ങൾക്ക് ബ്രിട്ടൻ നൽകിയ വാക്ക് വിശ്വസിച്ച് അറബികളും ബാൽഫോർ പ്രഖ്യാപനത്തിൻ്റെ പിൻബലത്തിൽ തങ്ങളുടെ സ്വപ്നരാജ്യം യാഥാർത്ഥ്യമാകാൻ പോകുന്നുവെന്ന വിശ്വാസത്തിൽ യഹൂദരും ഒരേ മണ്ണിനായി അവകാശവാദം ഉന്നയിച്ചു. അതോടെ ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ പുകഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ആളിക്കത്തുകയും പാലസ്തീൻ അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമായി മാറുകയും ചെയ്തു. ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ഭയാനകമായ മറ്റൊരു കൊടും ക്രൂരതയ്ക്കാണ് പിന്നീട് ചരിത്രം സാക്ഷ്യം വഹിച്ചത്. അഡോൾഫ് ഹിറ്റ്ലർ എന്ന ഏകാധിപതി ജർമ്മനിയുടെ അധികാരത്തിലെത്തിയതോടെ യഹൂദരുടെ ജീവിതം അക്ഷരാർത്ഥത്തിലൊരു നരകമായി മാറി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹോളോകോസ്റ്റ് എന്ന പേരിൽ നാസികൾ അഴിച്ചുവിട്ട ആ വംശഹത്യയിൽ പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ 60 ലക്ഷത്തോളം യഹൂദരാണ് ഗ്യാസ് ചേംബറുകളിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലുമായി പിടഞ്ഞു മരിച്ചത്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ആ കൂട്ടക്കൊലകളുടെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് യഹൂദരോട് വലിയ സഹതാപം തോന്നിത്തുടങ്ങി. ജീവിക്കാൻ സ്വന്തമായി ഒരു രാജ്യം എന്നത് അവർക്കൊരു ആഗ്രഹം മാത്രമായിരുന്നില്ല, മറിച്ച് അതൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു എന്ന് ലോകം തിരിച്ചറിഞ്ഞു. നാസികളുടെ കൊടിയ പീഡനങ്ങളിൽ നിന്നും ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് രക്ഷപ്പെട്ട ലക്ഷക്കണക്കിന് യഹൂദർ സകലതും ഉപേക്ഷിച്ച് തങ്ങളുടെ അവസാനത്തെ അഭയസ്ഥാനമായ പാലസ്തീനിലേക്ക് കൂട്ടത്തോടെ കപ്പൽ കയറി. അനിയന്ത്രിതമായ ഈ കുടിയേറ്റം പാലസ്തീനിൽ വലിയ ആഭ്യന്തര യുദ്ധങ്ങൾക്ക് വഴിവെച്ചപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ ബ്രിട്ടൻ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചു. പാലസ്തീനിനെ വിഭജിച്ച് ഒരു ഭാഗം യഹൂദർക്കും മറുഭാഗം അറബികൾക്കും നൽകാനായിരുന്നു UN തീരുമാനം. യഹൂദർ ആ തീരുമാനത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ തങ്ങളുടെ മാതൃഭൂമി വിഭജിക്കപ്പെടുന്നതിനെ പാലസ്തീനിലെ അറബികൾ ശക്തമായി എതിർത്തു. ഒടുവിൽ 1948 മെയ് 14 ലോകത്തെ ആകെ സാക്ഷി നിർത്തി ഡേവിഡ് ബെൻഗൂറിയോൺ ഇസ്രയേൽ എന്ന സ്വതന്ത്ര ജൂതരാഷ്ട്രത്തിൻ്റെ പിറവി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 2000 വർഷത്തെ അവരുടെ കണ്ണീരിനും കാത്തിരിപ്പിനും അവിടെ വിരാമമാവുകയായിരുന്നു. എന്നാൽ ആ സ്വതന്ത്ര രാജ്യത്തിൻ്റെ സന്തോഷത്തിന് വെറും മണിക്കൂറുകളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ ചുറ്റും അതിർത്തി പങ്കിടുന്ന 5 അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രയേലിനെ ആക്രമിച്ചു. ലോകഭൂപടത്തിൽ നിന്നും ആ രാജ്യത്തെ പിറന്നു വീണ ഉടനെ തന്നെ ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യം.
എന്നാൽ നൂറ്റാണ്ടുകളായി അനുഭവിച്ച വേദനകളിൽ നിന്നും ലഭിച്ച ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം ഒന്നുമില്ലായ്മയിൽ നിന്നും പൊരുതി ആ യുദ്ധത്തിൽ ഇസ്രയേൽ അത്ഭുതകരമായി വിജയിച്ചു. മാത്രമല്ല, ഐക്യരാഷ്ട്രസഭ പാലസ്തീനികൾക്ക് നൽകിയ ഭൂമിയുടെ വലിയൊരു ഭാഗം കൂടി ഇസ്രയേൽ സൈന്യം പിടിച്ചെടുക്കുകയും ചെയ്തു. ആ യുദ്ധത്തോടെ ലക്ഷക്കണക്കിന് പാലസ്തീനികൾ സ്വന്തം മണ്ണിൽ നിന്നും പുറത്താക്കപ്പെട്ട അഭയാർത്ഥികളായി മാറി. നഗ്ബ അഥവാ മഹാദുരന്തം എന്നാണ് പാലസ്തീനികൾ ആ ദിവസത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. 1948 ആ യുദ്ധം വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് അരനൂറ്റാണ്ടിലേറെക്കാലം ചോരപ്പുഴകൾ ഒഴുകിയ നിരന്തരമായ യുദ്ധങ്ങൾക്കാണ് മിഡിൽ ഈസ്റ്റ് സാക്ഷ്യം വഹിച്ചത്. 1967 6 ദിന യുദ്ധത്തിലും 1973 യോം കിപ്പൂർ യുദ്ധത്തിലും ചുറ്റുമുള്ള ശത്രുക്കളെ മുട്ടുകുത്തിച്ച് ഇസ്രയേൽ തങ്ങളുടെ അതിർത്തികൾ വീണ്ടും വികസിപ്പിച്ചു. 1948 67 73 നടന്ന യുദ്ധങ്ങൾക്കൊടുവിൽ അറബ് രാജ്യങ്ങൾ പതിയെ പിന്മാറി തുടങ്ങിയപ്പോൾ പാലസ്തീനികൾ വലിയൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. തങ്ങളെ രക്ഷിക്കാൻ ഇനി പുറത്തുനിന്നും ഒരു സൈന്യവും വരില്ല. തങ്ങളുടെ പോരാട്ടം തങ്ങൾ തന്നെ ഏറ്റെടുക്കണം. ആ തിരിച്ചറിവിൽ നിന്നാണ് 1980കളുടെ അവസാനത്തോടെ പാലസ്തീൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമായ ഒന്നാം ഇന്തിഫാദ പൊട്ടിപ്പുറപ്പെടുന്നത്. വെടിയുണ്ടകൾക്കും ടാങ്കുകൾക്കും നേരെ വെറും കല്ലുകളും വടികളുമായി തെരുവിലിറങ്ങിയ പാലസ്തീൻ യുവാക്കളുടെ ആ പോരാട്ടം ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റി. ഈ പ്രക്ഷോഭങ്ങളുടെ തീച്ചൂളയിൽ നിന്നാണ് കേവലം ചർച്ചകൾ കൊണ്ടോ സമാധാന ശ്രമങ്ങൾ കൊണ്ടോ കാര്യമില്ലെന്നും സായുധ പോരാട്ടത്തിലൂടെ മാത്രമേ പാലസ്തീനെ മോചിപ്പിക്കാനാകൂ എന്നും വിശ്വസിക്കുന്ന ഹമാസ് പോലുള്ള ഗ്രൂപ്പുകൾ ജന്മമെടുക്കുന്നത്. എന്നാൽ എക്കാലത്തും ചോരപ്പുഴകൾക്ക് മാത്രം സാക്ഷ്യം വഹിച്ച ആ മണ്ണിലേക്ക് ചരിത്രത്തിലാദ്യമായി സമാധാനത്തിൻ്റെ ഒരു വെള്ളരിപ്രാവ് കടന്നു വന്നു. 1993 അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ മധ്യസ്ഥതയിൽ നടന്ന വിഖ്യാതമായ ഓസ്ലോ കരാർ. പരസ്പരം ഇല്ലാതാക്കാൻ നടന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസാക് റാബിനും പാലസ്തീൻ വിമോചന മുന്നണി നേതാവ് യാസർ അറാഫത്തും അമേരിക്കയിലെ വൈറ്റ് ഹൗസിൻ്റെ മുറ്റത്ത് വെച്ച് ലോകത്തെ സാക്ഷി നിർത്തി പരസ്പരം കൈകൊടുത്തു. ചരിത്രത്തിലെ ഏറ്റവും മനോഹരവും ആശ്വാസകരവുമായ നിമിഷങ്ങളിലൊന്നായിരുന്നു അത്. ഇസ്രയേലിന് സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശം പാലസ്തീന് സ്വന്തമായി ഒരു ഭരണകൂടം ഉണ്ടാക്കാനുള്ള അവകാശം ഇസ്രയേലും ഔദ്യോഗികമായി അംഗീകരിച്ചു. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ അവസാനിക്കുകയാണെന്ന് ലോകം കരുതി. പക്ഷേ ആ മണ്ണിൽ സമാധാനത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. സ്വന്തം ഭൂമി വിട്ടുകൊടുക്കുന്ന ആ കരാർ ഇരുവശങ്ങളിലുമുള്ള തീവ്ര യാഥാസ്ഥിതികർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. ഒടുവിൽ 1995 നവംബർ 4 ഇസ്രയേലിലെ ടെൽ അവീവിൽ നടന്ന ഒരു സമാധാന റാലിയിൽ വെച്ച് ലോകത്തെ ആകെ നടുക്കിയ ആ കൊടും ക്രൂരത അരങ്ങേറി. സമാധാനത്തിനു വേണ്ടി കൈകോർത്ത ഇസ്രയേൽ പ്രധാനമന്ത്രി ഇസാക് റാബിനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്ത സ്വന്തം ജനതയിൽപ്പെട്ട ഒരു തീവ്ര യഹൂദവാദി അഥവാ ജൂയിഷ് എക്സ്ട്രീമിസ്റ്റ് പിന്നിൽ നിന്നും നിറയൊഴിച്ച് കൊലപ്പെടുത്തി. റാബിൻ്റെ ജീവനൊപ്പം അന്ന് അവസാനിച്ചത് ആ ഭൂമിയിൽ എന്നെങ്കിലും ഒരിക്കൽ വന്നെത്തേക്കാമായിരുന്ന സമാധാനമായിരുന്നു. റാബിൻ്റെ മരണശേഷം തകർന്നടിഞ്ഞ ആ സമാധാന ചർച്ചകളും പിന്നീട് നടന്ന രണ്ടാം ഇന്തിഫാദയും നിരന്തരമായ ചോര ചൊരിച്ചിലുകളുമാണ് ഇന്ന് നാം കാണുന്ന ഈ സ്ഫോടനാത്മകമായ യുദ്ധങ്ങളിലേക്കെല്ലാം പശ്ചിമേഷ്യയെ വലിച്ചിഴച്ചത്. സ്വന്തം രാജ്യം നഷ്ടപ്പെട്ട പാലസ്തീനികൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി സായുധ പോരാട്ടങ്ങൾ ആരംഭിച്ചു. ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള ആ പോരാട്ടം പതിറ്റാണ്ടുകളായി ഒരു തീരാ ദുരിതമായി ഇന്നും തുടരുകയാണ്. പിന്നീട് 2007 പാലസ്തീൻ ജനതയ്ക്കിടയിൽ തന്നെ വലിയൊരു പിളർപ്പുണ്ടായി. മിതവാദികളായ ഫത്ത പാർട്ടിയെ ഒതുക്കിക്കൊണ്ട് ഹമാസ് ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു. അതോടെ ഗാസ ഇസ്രയേലിൻ്റെ പൂർണ്ണ ഉപരോധത്തിലായി. ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിലായി ഗാസ മാറിയപ്പോൾ മറുവശത്ത് അത് ഹമാസിൻ്റെ ഏറ്റവും വലിയ സായുധ കോട്ടയായി വളരുകയായിരുന്നു. ഈ പ്രാദേശിക സംഘർഷം എങ്ങനെയാണ് ഇന്ന് കാണുന്ന ആഗോള യുദ്ധമായി മാറിയത്? അവിടെയാണ് പശ്ചിമേഷ്യയിലെ മറ്റൊരു വമ്പനായ ഇറാൻ്റെ കടന്നുവരവ്. ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്നത് തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമാക്കിയ ഇറാൻ മേഖലയിലെ ഇസ്രയേൽ വിരുദ്ധ ഗ്രൂപ്പുകളെ മുഴുവൻ ഒന്നിപ്പിച്ചു. ഗാസയിൽ ഹമാസിനും ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കും യമനിൽ ഹൂതികൾക്കും അവർ ആയുധവും പണവും പരിശീലനവും നൽകി. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന പേരിൽ ഇസ്രയേലിന് ചുറ്റും അവർ ഒരു തീവളയം തീർത്തു. വർഷങ്ങളോളം ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്നത് ഒരു രഹസ്യ യുദ്ധം അഥവാ ഷാഡോ വാർ ആയിരുന്നു. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക കമാൻഡർമാരെയും ഇസ്രയേൽ വധിച്ചപ്പോൾ ഇറാൻ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളിലൂടെ ഇസ്രയേലിനെ നിരന്തരം ആക്രമിച്ചു. എന്നാൽ ആ നിഴൽ യുദ്ധം ഒരു തുറന്ന പോരാട്ടമായി മാറിയ കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. 2023 ഒക്ടോബർ 7
ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണവും അതിന് മറുപടിയായി ഇസ്രയേൽ ഗാസയിൽ നടത്തിയ കൊടും നാശവും മിഡിൽ ഈസ്റ്റിനെ അക്ഷരാർത്ഥത്തിൽ കത്തിച്ചു. ആ തീപ്പൊരിയാണ് ലെബനനിലേക്കും സിറിയയിലേക്കും ഒടുവിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളിലേക്കും വഴിമാറിയത്. ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായ അമേരിക്ക ഇസ്രയേലിന് സമ്പൂർണ്ണ സൈനിക സാമ്പത്തിക പിന്തുണ നൽകി ഉറച്ചു നിൽക്കുമ്പോൾ ഈ 2026-ൽ ലോകം ഭയത്തോടെ നോക്കിക്കാണുന്നത് ആകാശത്ത് ചീറിപ്പായുന്ന മിസൈലുകളെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോണിയക്കാരും റോമക്കാരും തീയിട്ട അതേ ജെറുസലേമിൻ്റെയും പാലസ്തീൻ്റെയും മണ്ണിൽ ഇന്ന് മിസൈലുകളും ബോംബുകളും തീമഴ പെയ്യുകയാണ്. 3000-ലധികം വർഷങ്ങൾ നീളുന്ന പ്രതികാരത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ചോരമണക്കുന്ന ഈ ചരിത്രം ഇന്ന് ലോകത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒരു 3ാം ലോകമഹായുദ്ധത്തിൻ്റെ വക്കിലാണ്.